അതേസമയം തന്നെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. രാജ്യാന്തര കരാറുകളും നിയമങ്ങളും പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നഷ്ടം കപ്പൽ കമ്പനിയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. അപകടത്തിൽപ്പെട്ട ആദ്യ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. എന്നാൽ രണ്ടാമതൊരു കപ്പലപകടം കൂടി സംഭവിച്ച പശ്ചാത്തലത്തിൽ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. പൊതുതാൽപര്യ ഹർജി അതിനനുസൃതമായി ഭേദഗതി സമർപ്പിക്കാൻ ഹർജിക്കാരന് കോടതി നിർദ്ദേശം നൽകി. രണ്ട് കപ്പലപകടങ്ങളിലും കർശന നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നൽകിയത്. കർശന നടപടിയെടുക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. നിയമങ്ങളുടെയും രാജ്യാന്തര കരാറുകളുടെയും അടിസ്ഥാനത്തിൽ നടപടി വേണം. സിവിൽ, ക്രിമിനൽ നിയമങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണം. ഒരു തവണ കർശന നടപടിയെടുക്കാതിരുന്നാൽ അക്കാര്യം ശീലമായി മാറുമെന്ന് കോടതി നിരീക്ഷിച്ചു. ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലാണ് അപകടമെന്നതിനാൽ കേന്ദ്ര സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. വ്യാപാര കപ്പൽ നിയമം അനുസരിച്ചാണ് നിയമ നടപടിയെടുക്കേണ്ടതെന്നും കേന്ദ്ര സർക്കാരിനാണ് അധികാരമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. നിയമാനുസൃതം സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും സർക്കാർ വ്യക്തമാക്കി. തുടർന്നാണ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടം കൂടി പരിശോധിക്കണമെന്നും കോടതി പറഞ്ഞു. നഷ്ടം പൊതുഖജനാവിൽ നിന്നല്ല നികത്തേണ്ടത്, കപ്പൽ കമ്പനിയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.